ആക്ഷേപ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് ജി സുധാകരന്റെ മറുപടി. ചെറ്റപ്പുരയും ചെറ്റക്കുടിലും അടിസ്ഥാന വർഗത്തിന്റെ പുരയാണ്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് തന്നെ ചെറ്റ എന്ന് വിളിച്ചതിലൂടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. 18 വയസ്സ് വരെ ഓലമേഞ്ഞ ചെറ്റപ്പുരയിലാണ് താൻ താമസിച്ചത്. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ലെന്നും സുധാകരൻ. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചെയ്ത പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകാർ ഇവിടെ കാണും ചെറ്റപ്പുര എന്നൊരു പ്രയോഗം. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ. പാവപ്പെട്ടവന്റെ വീടാണത്. പാവപ്പെട്ടവന്റെ അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ഞാനൊരു 10-12 വയസ്സ് വരെ ഓലമേഞ്ഞ മൺകട്ട കൊണ്ട് ഭിത്തി ഉണ്ടാക്കിയ എൻ്റെ അമ്മ ചാണകം ചേർത്ത് മെഴുകുന്ന അവിടെ തന്നെ ആകെ 2 മുറിയൊന്നുമില്ല. ഞങ്ങൾ അവിടെയാണ് കഴിഞ്ഞത്. അപ്പോൾ ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ ദീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസും തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുൽ ആബ്ദീനും. ആദ്യം ഫൈസൽ അസീസിലേക്ക്. ഫൈസൽ, നേരത്തെ വാർത്ത ഫൈസൽ ഇല്ല, സൈഫിലേക്ക്. സൈഫ്, രാഷ്ട്രീയ ചെറ്റത്തരമാണ് ജി സുധാകരൻ കാണിച്ചത് എന്ന ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് അതേ രീതിയിലുള്ള മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു ജി സുധാകരൻ. അപ്പോൾ അതൊരു അൺപാർലമെന്ററി വാക്കാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ നിലക്ക് ഈ പദപ്രയോഗം അതൊരു ആയുധമാക്കി പരമാവധി ഉപയോഗിക്കാൻ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു. സുധാകരന്റെ മറുപടി എങ്ങനെ കാണണം? ഇത് കേരള രാഷ്ട്രീയത്തിൽ അസാധാരണ ഒരു കാഴ്ചയായി നമുക്കതിനെ വിശേഷിപ്പിക്കാം സൈഫുദ്ദീൻ. കാരണം ഈ ജി സുധാകരൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് വ്യക്തിപരമായി കൂടി, രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായി കൂടി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കേൾക്കുന്നയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇവർ തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി സംസാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള തരത്തിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി അപ്പോഴും പറയുന്നുണ്ട് 3 തവണ ഞാൻ വിളിച്ചിട്ട് സുധാകരൻ തിരിച്ച് വിളിച്ചില്ല. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി എന്നാ വിളിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും തിരിച്ച് വിളിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഈ ചെറ്റപ്രയോഗം. അതിനകത്ത് പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റ് ആണ് എന്നുള്ളതാണ് സുധാകരൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ കാര്യം. അത് ചെറ്റക്കുടിലാണ് താൻ ജനിച്ചത്. ചാണകം മെഴുകിയ തറയിലാണ് കിടന്ന് വളർന്നത്. മുഖ്യമന്ത്രിക്ക് മലയാള നിഘണ്ടു വായിച്ചിട്ടില്ല. മുഖ്യമന്ത്രി മലയാള ഭാഷ മുഖ്യമന്ത്രി കൃത്യമായി അറിയില്ല എന്ന തരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ നാക്കിൽ നിന്ന് ഒരക്ഷരം അദ്ദേഹം വിചാരിക്കാത്ത കാര്യങ്ങൾ വായിൽ നിന്ന് പുറത്തു വരില്ല. എന്താണോ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ആ നാക്കിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. അത് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. ഇപ്പോൾ ഈ സുധാകരനുമായി ബന്ധപ്പെട്ട് തന്നെ വർഗവഞ്ചകൻ എന്നാണ് പറഞ്ഞത്. വർഗവഞ്ചകരെ വർഗവഞ്ചകരെന്നല്ലാതെ എന്ത് വിളിക്കും എന്നൊരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കുലംകുത്തി പ്രയോഗം അന്ന് അവിടുത്തെ പാർട്ടി സഖാക്കൾ അവിടെ എഴുതി വെച്ചു. കുലംകുത്തികളെ പാർട്ടി അംഗീകരിക്കില്ല എന്ന തരത്തിൽ വാചകങ്ങൾ എഴുതി വെച്ചു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, കുലംകുത്തി പ്രയോഗം എവിടെയാണ് ഉണ്ടായെന്ന് സൈഫുദ്ദീൻ അറിയാമല്ലോ. ഈ കുലംകുത്തി പ്രയോഗം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ്. ഇവിടെ വർഗവഞ്ചകൻ എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. കുലംകുത്തി എന്ന വാചകം മുഖ്യമന്ത്രി അവിടെ ഉപയോഗിച്ചില്ല. ഈ ചെറ്റത്തരം എന്ന് പറയുന്ന വാചകം ഈ ഏതാണ്ടൊരു 10-12 മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തിട്ടുണ്ട്. പലരും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് മുന്നിലാണ് അത് രാഷ്ട്രീയ ചെറ്റത്തരമായി പോയി എന്ന കാര്യം പറയുന്നത്. അത് മുഖ്യമന്ത്രി നിഘണ്ടു വായിക്കാത്തതുകൊണ്ടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അസലായിട്ട് മലയാളം പറയുന്ന ആളാണ്. അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, അത് തന്നെയായിരിക്കും വന്നതും എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് സുധാകരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരിനെ കുറിച്ചുള്ള ആ കാര്യം അതൊരു അസാധാരണ കാഴ്ചയാണ്. ഇതിനുശേഷം അദ്ദേഹം UDFന്റെ അവിടെ തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി വായിക്കേണ്ടിയിരിക്കുന്നു. അത് പാർലമെന്ററി വ്യാമോഹം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തനിക്കാണോ മുഖ്യമന്ത്രിക്കാണോ പാർലമെന്ററി ശേഷം തിരികെ എത്താം. ഫൈസൽ അസീസ്, ഇതിലിപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു ജി സുധാകരൻ. അപ്പോൾ ഈ രാഷ്ട്രീയ ചെറ്റത്തരത്തിന് മറുപടി ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ ഈ പ്രോഗ്രാമിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളത് കേട്ടില്ല, അങ്ങ് ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് അതിന് മറുപടി പറയാൻ അദ്ദേഹം നേരിട്ട് തയ്യാറായില്ല.
എന്തുകൊണ്ട് പിണറായിക്ക് നേരിട്ട് മറുപടി പറയുന്നില്ല എന്ന് അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചതാണ്. പക്ഷേ ആ പ്രോഗ്രാമിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് മാധ്യമങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ലേ? എന്താണ് ആ പ്രോഗ്രാമിനകത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ ആക്ഷേപ പരാമർശത്തിന് മറുപടിയായി ജി സുധാകരൻ പറഞ്ഞു? സൈഫുദ്ദീൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സമീപം നടന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരക ആ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഈ ജനറൽ ബോഡി യോഗം നടന്നത്. UDFന്റെ അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗമാണ് ആ ഓഡിറ്റോറിയത്തിൽ നടന്നത്. അവിടെ മാധ്യമങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല. കാരണം അത് ജനറൽ ബോഡി യോഗമാണ്, പാർട്ടി കമ്മിറ്റി യോഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ വിഷ്വൽ എടുക്കുക, അതിനുശേഷം പുറത്തിറങ്ങുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പൂർണ്ണമായും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അദ്ദേഹം ജി സുധാകരൻ യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ മൈക്ക് വെക്കുന്നത്. അദ്ദേഹത്തോട് ഈ സംഭവമായിട്ട് പ്രതികരണം ചേരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് ഞാൻ അവിടെ സംസാരിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ മൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ അകത്തേക്ക് കയറാൻ നമുക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, അതായത് ഈ ഉത്തരത്തിലേക്ക് നയിക്കുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു ചെറ്റത്തരം എന്നൊരു പരാമർശം ഉന്നയിച്ചത്, അല്ലാതെ വേറൊന്നും അദ്ദേഹം ഉന്നയിച്ചില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത ആ ഒരു ജനറൽ ബോഡി യോഗത്തിന്റെ അകത്ത് നടന്ന പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായ രീതിയിൽ